പൈതൽ പ്രായം മുതലിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം നീലെന്നും കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട സെൻട്രൽ പാസ്റ്റർ സെൻട്രൽ സെക്രട്ടറി പാസ്റ്റർ ജെയിംസ് പൈവ അവർ, ബഹുമാനപ്പെട്ട സഭാ സെക്രട്ടറി ബ്രദർ ബിജു അവർ, ജോൺ, മറ്റ് കമ്മിറ്റി മെമ്പേഴ്സ്, വിശ്വാസികൾ, കൂടാതെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. പ്രിയ നെറ്റൂർ സാംസങ്ങൾ, പ്രിയ ലാലു പിതർ, കൂടാതെ ഡനിയനെ കുടുംബം വന്നിട്ടുണ്ട്. പ്രിയ നമ്മുടെ സുജിത്തിൻ്റെ പ്രിയ ഓണർ സിസ്റ്റർ കടന്നു വന്നിട്ടുണ്ട്. പ്രിയ മോള മേരി, പ്രിയ അനു ബ്രദർ ഫാമിലിൻ്റെ സിസ്റ്റർ കുഞ്ഞുങ്ങൾ, അങ്ങനെ മറ്റ് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹവന്ദനം ഞാൻ പറയുന്നു. ഞാനെങ്കിലും വിട്ടു പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ദൈവം എല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ നേരത്തെ അനന്തൻ പാസ്റ്റർ പറഞ്ഞതുപോലെ നന്ദി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തന്നെ ഈ വീഡിയോ ലൈവ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിദേശത്തൊക്കെ നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജിനു ബ്രദർ ആൻഡ് ഫാമിലി, ബ്രദർ വിനു ബ്രദർ ആൻഡ് ഫാമിലി, ജോയൻ, കൂടാതെ മറ്റ് സ്തോത്രം റൂഫസ്, കൂടാതെ മറ്റ് വിദേശത്ത് ഒക്കെ ആയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഇവിടെ കടന്നു വരാത്തവരുള്ളവരൊക്കെ ലൈവ് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരേക്കും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം ഞാൻ പറയുന്നു. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും ഈ 4 വർഷം വാസ്തവത്തിൽ നമ്മൾ ഈ എന്താ പറയുന്നത്, ഈ അനുശോചന മീറ്റിംഗ് അറിയിക്കുമ്പോൾ ദുഃഖവും പ്രത്യാശ എന്നുള്ള വാക്ക് അറിയിക്കാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇവിടെ 4 വർഷം ഇവിടുന്ന് പോകുന്നത് എനിക്ക് ദുഃഖമാണ്. അത് വലിയ ദുഃഖം തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ സഹോദരനെ പോലെ, ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ സ്നേഹിച്ചിരുന്ന പ്രിയ സെക്രട്ടറിയുടെ ഒക്കെ മറ്റെല്ലാ പ്രിയപ്പെട്ടവരും, ആശംസകൾ എല്ലാ പ്രിയപ്പെട്ടവരും സഹോദരിമാർ, അവരെല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ, അവരുടെ അല്ലെങ്കിൽ അവരുടെ ആ സ്നേഹം, അതായത് ദൈവദാസൻ നിൽക്കുമ്പോൾ എന്ന് പറയുന്നത് ആ ദൈവദാസൻ്റെ ഒരു വിജയമല്ല. ആ ദൈവദാസൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാനുള്ള ഒരു മനോഭാവം ആർക്കും കൂടെ ഉണ്ട്, സഭയ്ക്കെങ്കിലുണ്ട്. അങ്ങനെ ഒരു മനോഭാവമുള്ളൊരു സഭയാണ് ദേവരസഭ. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നോ എന്നുള്ള വാക്ക് ആത്മീയ വിഷയത്തിൽ പറയരുത്. ഒരു ഉപവാസം വെക്കണമെന്ന് പറഞ്ഞാൽ അത് പറയത്തില്ല, നോ പറയത്തില്ല. അല്ല നമുക്ക് ഇങ്ങനെ കൂട്ടായ്മ വെക്കണമെന്നുള്ള ഒരിക്കലും നോ പറയത്തില്ല. അല്ലെങ്കിൽ ഒരു ആത്മീയ കാര്യം